വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരമാവധി പ്രസിദ്ധി കൈവരുത്തുവാൻ പരിശ്രമിക്കുന്ന ആത്മീക സിദ്ധന്മാരുടെ മുൻപിൽ സ്വയം തന്നെ താഴ്ത്തിയ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് തന്നെ ശാരീരികമായി പല രോഗങ്ങൾക്കും അടിമയായിരുന്നു. മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന അങ്ങയ്ക്ക് എന്തുകൊണ്ട് സ്വന്തം രോഗം സുഖപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രകാരമായിരുന്നു: ഞാനല്ല സൗഖ്യം നൽകുന്നത്, അത് മറ്റുള്ളവർ അറിവാൻ എന്നിലുള്ള രോഗം ഉപകരിക്കുന്നു. നിന്റെ ഗുണത്തെപ്പറ്റി നിന്റെ നാവിൽ നിന്ന് ഒന്നും പുറപ്പെടാതിരിക്കട്ടെ, അത് മറ്റുള്ളവർ പ്രശംസിക്കട്ടെ എന്ന ഒരു ചൊല്ലുണ്ടല്ലോ. നാം താഴ്മയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിൽ നാം പഠിക്കണമെന്ന് അവൻ താല്പര്യപ്പെട്ട ഗുണമാണ് താഴ്മ അഥവാ വിനയം. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പീൻ. മത്തായി 11:29. വിശ്വാസ ജീവിതത്തിൻ്റെ അളവുകോൽ ശാന്തതയുടെയും വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അനുഭവം ആയിരിക്കണം. താഴ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് ലൂക്കോസ് 18:9-14 വരെയുള്ള വാക്യങ്ങൾ. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ ചെന്ന പരീശൻ ശിരസുയർത്തി ആൾത്താരയ്ക്ക് മുൻപിൽ നിൽക്കുന്നത് ഞാൻ എത്രയും നല്ലവനാകുന്നുവെന്ന് ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശ്രമമായിരുന്നു പരീശൻ്റേത്. തൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നത് മുഴുവൻ സ്വയപ്രശംസയുടെ വാക്കുകളായിരുന്നു. ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഇല്ല നിൽക്കുന്ന മനുഷ്യനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ പോലും ഒന്ന് താണുകൊടുക്കുന്നതിനുള്ള മനസ്സ് ഈ പരീശന് ഇല്ലായിരുന്നു. ഇന്ന് നമ്മിൽ പലരിലും ഈ അപകടകരമായ പ്രാർത്ഥനയുണ്ട്. ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകുന്നവനാ, ഉപവസിക്കുന്നവനാ, ദിവസവും 2 വട്ടം പ്രാർത്ഥിക്കുന്നവനാ, നോമ്പ് നോക്കുന്നവനും പള്ളിക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നവനുമാ. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കപടഭക്തിക്കാരൻ ഇവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഓർത്തുകൊള്ളണം. മത്തായി 6:5. പരീക്ഷയിലുണ്ടായ ചിന്ത നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാമും പരീക്ഷന്മാരാ, കപടഭക്തിക്കാരാ. സ്വയം നീതീകരിച്ച് പ്രാർത്ഥിച്ച പരീശൻ അവനിൽ ദൈവത്തോടുള്ള ഭയമോ സഹജീവികളോടുള്ള കരുണയോ സ്നേഹമോ വിനയമോ ഒന്നുമില്ലായിരുന്നു. ഈ വിധത്തിൽ പ്രാർത്ഥിച്ച പരീശൻ വന്നതിൽ കൂടുതൽ ഭാരത്തോടെ മടങ്ങിപ്പോയിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. പരീശൻ ശിരസുയർത്തി അൾത്താരയ്ക്ക് അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചുങ്കക്കാരൻ അകത്ത് കടക്കുവാൻ പോലും ധൈര്യമില്ലാതെ ദൂരെ മാറി നിന്ന് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും ഭയപ്പെട്ട് തൻ്റെ പാപത്തെ ഓർത്ത് നിലവിളിക്കുകയാ. അവൻ മാറത്തടിച്ച് കരയുകയാ. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ലൂക്കോസ് 18:13. തൻ്റെ ജീവിതത്തെ പരിശോധിച്ച ചുങ്കക്കാരൻ തൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധമുള്ളവനായി. ഞാനൊരു പാപിയായ മനുഷ്യനെന്ന് അവൻ ചിന്തിച്ചു. ചുറ്റും നിൽക്കുന്നവരെ അവൻ ശ്രദ്ധിച്ചില്ല. ദൈവസന്നിധിയിൽ അവൻ തന്നെ താഴ്ത്തി മാറത്തടിച്ചുറക്കെ കരഞ്ഞു. ഈ നിലവിളി അവനെ സ്വയസമർപ്പണത്തിലേക്ക് നയിച്ചു. എല്ലാ ഭാരവും പാപവും കർത്താവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ച് പ്രാണനിൽ തീരെ കനമില്ലാതെ നീതീകരിക്കപ്പെട്ടവനായി അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ലൂക്കോസ് 18:14. ഈ ചുങ്കക്കാരനെ പോലെ താഴ്മയുടെ ഭാവം ധരിച്ച് അനുദപിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന ഭാവം നമ്മിലുണ്ടോ? താണനിലത്തെ നീരോടു, അവിടെ ദൈവം കൃപ ചെയ്യൂ എന്ന ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. സ്വയം നീതീകരിക്കുന്ന, സ്വയം പ്രശംസിക്കുന്ന പരീശനിൽ തന്നെത്താൻ ഉയർത്തുന്ന ഭാവവും ചുങ്കക്കാരൻ്റെ നിലവിളി താഴ്മയുടെ ഭാവവും ആണ്. യേശു പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ലൂക്കോസ് 18:14. ഇന്ന്
സമൂഹത്തെ ദുഷിപ്പിക്കുന്ന രോഗമാണ് അധികാരം. ഈ രോഗത്തിനുള്ള സിദ്ധൌഷധമാണ് വിനയം അഥവാ താഴ്മ. ചെറിയവനാണ് എന്ന് സമ്മതിക്കണമെങ്കിൽ നമ്മിൽ യേശു ഉണ്ടായിരിക്കണം. പത്രോസ് നൽകുന്ന ഉപദേശം, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവേൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പീൻ. 1 പത്രോസ് 5:5 മുതൽ 6 വരെ. കബീറിനെ കുറിച്ച് സാധാരണക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, പുലരി തൊട്ട് അന്തി വരെ പാടങ്ങളിൽ നാം ഓരോരുത്തരും അടിമകളാണ്. എന്നാൽ കബീറിൻ്റെ മുൻപിൽ നാം ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ദൈവങ്ങളാണ്. ഒരു സ്വയവിമർശനത്തിന് നമ്മെ വിധേയമാക്കാം. നാം പരീക്ഷനെ പോലെയോ അതോ ചുങ്കക്കാരനെ പോലെയോ, കർത്താവേ, നിന്റെ മുഖമേറ്റ് നിന്നിൽ പഠിച്ച് താഴ്മയോട് നടപ്പാനുള്ള വരം എനിക്കും തരണമേ. ആമേൻ.